പടം സെറ്റ് പടം അയത്തിന്റെ റിവ്യൂ പിന്നെ അടിപൊളി പടം അത്ര മറ്റേ നെഗറ്റീവ് റിവ്യൂസ് കുറെ കേട്ടായിരുന്നു തോന്നിയില്ല രണ്ട് വാർത്ത അത് എനിക്ക് ആ സിനിമ എന്തായാലും കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തായാലും അങ്ങനെ കൊടുത്ത പൈസക്ക് വേർത്തായിട്ടുണ്ട് എനിക്ക് ഫോമി പടം സെറ്റ് പടം അയത്തിന്റെ റിവ്യൂ പിന്നെ അടിപൊളി പടം അത്ര ഈ റിവ്യൂസ് ഒക്കെ കേട്ടോ വന്നത് റിവ്യൂസ് കേട്ടാണോ വന്നതല്ല റിവ്യൂസ് കേട്ടാണ് വന്നത്. പടം അയ്യത്ത് കൊണ്ടുപോയി 10 കിച്ച് സോങ് ഫയർ ആയിരുന്നു. വേറെ ഒന്നും പറയാനില്ല. പടം സെറ്റ് ക്ലൈമാക്സ് ഒക്കെ പൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതായി പക്ഷെ സെക്കൻഡ് ഹാഫേ പടം കൊണ്ടുപോയി. അത് തന്നെ ഹൈലി മൂവ്മെന്റ് അതാണ് പടത്തിലെ ഹൈലി മൂവ്മെന്റ് ആ കാർ ചേസ് വേറെ അല്ല. ഡിഫറെന്റ് മൂവി നല്ല ഇഷ്ടം. പടം നൈസാണ്. തിയേറ്ററിൽ കാണുമെന്ന് പറഞ്ഞ് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. നന്നായിട്ട് ഫൈനായിട്ട് പോയിട്ടുണ്ട്. കഥയായാലും നല്ല കണ്ടൻറ് എന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് നാളെ തമിഴ് സിനിമയിൽ നല്ല കണ്ടൻറ്റ്സ് കിട്ടുന്ന വളരെ ലിമിറ്റഡ് ആണ്. ആൻഡ് അത് കിട്ടിയിട്ടുണ്ട് ആ കണ്ടൻറ്റ്. ആൻഡ് ഓൾസോ പിന്നെ ഇതിൽ എടുത്ത് പറയുകയെന്ന് വെച്ചാൽ ഡയറക്ഷൻ വർക്ക് പിന്നെ അജിത്തിൻ്റെ ആക്ടിങ് നൈസായിരുന്നു. അദ്ദേഹം കുറച്ച് കാലം മുമ്പ് വരുന്നതിനെക്കാട്ടും ഒന്ന് നല്ല ഇമ്പ്രൂവ്ഡ് ആക്ടിങ് ആണ്. കാരണം ഒരു നോർമൽ മാൻ എങ്ങനെ ആക്ട് ചെയ്യണം എന്ന് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ജീവിച്ച് കാണിച്ച് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അജിത്ത് മാത്രമല്ല അതിലുള്ള എല്ലാ ആക്ടേഴ്സും ഇൻക്ലൂഡിങ് അർജുൻ, തൃഷ, റജീന, പിന്നീട് ആരവ് ഇവരെല്ലാം കറക്റ്റായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ആ സിനിമ എന്തായാലും കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തായാലും അങ്ങനെ കൊടുത്ത പൈസക്ക് വേർത്തായിട്ടുണ്ട് എനിക്ക് ഫോമി. കാരണം മാസീൻ എല്ലാം കാണുന്ന ഒരു ആളാണ്. ബട്ട് എനിക്കൊരു നോർമൽ മൂവി കണ്ടിട്ട് കുറേ കാലങ്ങളായി. ഇപ്പോൾ ഒരു പുതിയ ടച്ചായിരുന്നു. അത് മീൻസ് എല്ലാവരും എൻ്റെ അജിത്തിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് മാസ് ഐറ്റമാണ്. അപ്പം നമ്മൾ ഒരു 5 കൊല്ലം മുമ്പേ കൈദി വരുമ്പോഴേക്കും നമുക്ക് ഈ ഡാർക്ക് സീരിയസ് ഒന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ കൈദി വന്നപ്പോൾ അതിൻ്റെ ട്രെൻഡ് മാറി. അപ്പോൾ ഓരോ പടം വരുമ്പോൾ ഓരോ പടത്തിനൊരു ഫ്രഷ്നെസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരേ ഒരു ലൈനിൽ വിചാരിച്ചിരുന്ന പിന്നെ നമ്മളിപ്പോൾ കാണുമ്പോൾ ഇതിലെ ക്രെഡിറ്റ്സ് നോക്കി കഴിഞ്ഞാൽ അനിരുദ്ധ്, പിന്നീട് മഗി തിരുമണി, അജിത്ത്, അർജുൻ ഇവരെല്ലാം മാസ് സിനിമകളുടെ ഇത് ഹാൻഡിൽമെൻറ്റ് ചെയ്തവരാണ്. അപ്പോൾ അവർ മാറി പുതിയൊരു സബ്ജക്റ്റും അതായത് അനിരുദ്ധിന് വന്ന് കുറച്ച് മാസില്ലായിരുന്നു. കാരണം ഒരു ഫൈൻ മൂവി എടുത്ത് ശീലിച്ചിട്ടില്ല. അപ്പം അനിരുദ്ധിനൊരു ചലഞ്ചായിരുന്നു. അപ്പം നമ്മളെല്ലാം നോക്കുമ്പം മാസില്ല. പക്ഷെ എന്നാലും എല്ലാവരും പറയുന്നുണ്ട്, ബാഡ് റിവ്യൂസ് പറഞ്ഞവരും അവർക്ക് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാനുണ്ട്. അത് തന്നെ. അപ്പം അത് അങ്ങനെ നോക്കുക. അപ്പോൾ ഞാൻ നോക്കിയത് അങ്ങനെയാണ്. കാരണം ഈ മഗി തിരുമണിയുടെ മുമ്പത്തെ ഫാഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തടം കണ്ടിട്ടുണ്ട്, കലങ്കി തലവൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഫസ്റ്റ് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മഗി തിരുമണിയുടെ പടങ്ങളിലെല്ലാം ഒരു യുണീക്ക് ടച്ചുണ്ട്. ആ ടച്ച് പ്രതീക്ഷിച്ചാണെന്ന് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ പേഴ്സണലി ഡയറക്ടേഴ്സിനെ മാത്രം വ്യൂ ചെയ്യുന്നത്, ഞാൻ ആക്ടേഴ്സിനെ വ്യൂ ചെയ്യുന്ന ഒരുത്തനല്ല. അപ്പം ഞാൻ ഡയറക്ടേഴ്സിനെ കണ്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ പറ്റുന്നത്. അപ്പം എനിക്ക് ഈ ഡയറക്ടറുടെ ഒരു വർക്ക് ഓഫ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഹോളിവുഡ് ടച്ച് എന്ന് പറയുമ്പോൾ അതിൽ ഓം പ്രകാശ് വന്നപ്പോൾ DOP വന്നപ്പോഴാണ് ആ ഒരു ഫോട്ടോ ക്യാമറ വർക്കൊക്കെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഗ്രേഡ് മാറിയിട്ടുണ്ട്. മഗി തിരുമണിയുടെ നോർമൽ മൂവീസിൽ നിന്ന് തൊട്ട് മുമ്പ് വന്ന കലങ്കി തലവെന്നും ഒരു നോർമൽ ഹൈ ഗ്രേഡ് വന്നിട്ടുള്ള ആ ഒരു ഈ സിനിമയിലാണ്. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ അത് മാത്രമാണ് ഒരു അപ്ഗ്രേഡ് ഉള്ളത്. ബാക്കിയെല്ലാം വാസ് നൈസ്. എനിക്ക് ഞാൻ എന്ത് പ്രതീക്ഷിച്ചോ അതെന്നെ കറക്റ്റാണ് വന്നിട്ടുണ്ട്. ഈ ആക്ഷൻ സീൻസ് ഒക്കെ എല്ലാം നമ്മൾ കാണുന്ന എല്ലാം ഒരു ഒറിജിനാലിറ്റി എല്ലാം മേക്കിംഗ് വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ എത്ര ഇമ്പാക്റ്റ് ഉണ്ടോ? അത് ആക്ഷൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ആക്ഷനാണ്. പക്ഷേ ഇപ്പം അതായത് നമ്മളൊരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ചെയ്യുമ്പോൾ മാക്സിമം എത്ര പേര് പറ്റുമോ അത്രയും പേര് ആ മഗി തിരുമണി ഇതിലിട്ടിട്ടുള്ളൂ. അതായത് ആക്ഷൻ സ്റ്റേറ്റ് ആൾക്കാർ ഇട്ടിട്ടുള്ളൂ. അത് തന്നെയാണ്. അപ്പം ഒറിജിനലായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഗെയിം ചേഞ്ചറിലൊക്കെ അയ്യോ അത് ആക്ഷൻ എന്ന് വെച്ചാൽ ഒരു തൊട്ടാ അങ്ങ് പറക്കുന്നത് അതൊന്നും ഇതിലില്ല. ആക്ച്വലി അത് നല്ലൊരു പ്ലാനായിരുന്നു ആക്ഷൻസിൽ കൊണ്ടുവന്നത്. അതായത് മീൻസ് ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അതായത് തട്ടിയ മുട്ടിയോ ഒന്നുമല്ല, ജസ്റ്റ് ഇടിച്ചാൽ അതിനനുസരിച്ചുള്ള ഇമ്പാക്റ്റ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെനിക്ക് കറക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് മേക്കിംഗ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട മേക്കിംഗ് രീതികൾ. പിന്നീട് അതിൻ്റെ കാസ്റ്റ് ഉണ്ട്, എസ്പെഷ്യലി കാസ്റ്റിൻ്റെ കാര്യം ഭയങ്കര സീനായിരുന്നു. ആൻഡ് ആ സീൻ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഹമ്മറിലാണ്. മീൻസ് സാധാരണ നോർമൽ വണ്ടിയിൽ ഇങ്ങനെ മലന്ന് വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹമ്മറിലാണ്. ഹമ്മറിൽ വരുമ്പോൾ അത് തിരിച്ച് വരും എന്നുള്ളത് പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. പല സ്റ്റണ്ട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സ്റ്റണ്ട് വീഡിയോസ് കാസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രാക്ടിക്കലി കാര്യമുണ്ട്. അപ്പോൾ അതിൽ ചില ബാലൻസ് തെറ്റിയാണ് അന്നത്തെ ആ ഷോട്ട് മിസ്സായത്. അപ്പോൾ അത് തിരിച്ച് റീഡു ചെയ്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കറക്റ്റ് പ്ലാൻ ആൻഡ് ബ്രില്യൻ നോളജസ് എല്ലാം മീൻസ് എല്ലാത്തിനും ഒരു കറക്റ്റ് ഐഡിയ. അതിൻ്റെ അപ്പുറത്തൊരു മേൾ പോയിട്ടില്ല ആ സിനിമയ്ക്ക്.
ഓക്കെ. ഇതിൽ ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ടെന്നുള്ളൊരു ഫസ്റ്റ് ഹാഫ് ലാഗ് എന്ന് വെച്ചാൽ മീൻസ് ഒരു കഥ കണ്ടിന്യൂ ചെയ്യണ്ടേ, മീൻസ് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. അല്ലാതെ ചുമ്മാ കയറി ആ കഥയിൽ പറഞ്ഞാൽ എന്തായാലും ഫസ്റ്റ് ഹാഫ് ബോറായിരിക്കില്ലേ. അപ്പോൾ അത് പറയുമ്പോൾ അത് മീൻസ് ഒരു ഫാമിലി ലൈനപ്പ് എങ്ങനെ വരുന്നു, അതിൽ നിന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നു. ഇപ്പം ബോയുടെ ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പം അതെല്ലാം കാണിക്കണ്ടേ. അപ്പോൾ അത് കാണിക്കുമ്പോൾ ആ സ്ട്രഗിൾസ് കാണിക്കണം. അത് കാണിക്കാൻ വേണ്ടി ലാഗ് കാണിക്കുന്നതിന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ലാഗ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതത്ര ഫീൽ ആയി. കാരണം അതൊരു ഒരു ഫ്ലോ ഓഫ് കഥ സ്റ്റോറിയാണ്. അപ്പോൾ ഫ്ലോ ഓഫ് സ്റ്റോറി കറക്റ്റ് വർക്കായില്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യില്ല. ഞാനത് ഒറിജിനൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ബ്രേക്ക് ഡൗൺ കമ്പയർ ചെയ്താൽ അത് വേറൊരു സ്റ്റൈലാണ്. ഇത് ഇന്ത്യൻ ഓഡിയൻസിൽ ചെയ്ത രീതിയിൽ എടുത്തിരിക്കുന്നത്. മോശമൊന്നുമല്ല, മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല മേക്കിങ്ങാണ്. അതിൻ്റെ ഫൈസൊക്കെ വളരെ നന്നായിട്ടുണ്ടോ. അതിൻ്റെ മറ്റേ നെഗറ്റീവ് റിവ്യൂസ് കുറേ കേട്ടായിരുന്നു, വേറെ തോന്നിയില്ല. 2 വർഷത്തിന് ശേഷം വരുന്ന ഒരു അജിത്തിൻ്റെ പടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കുറച്ചുകൂടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് അത് അങ്ങനെ എനിക്കറിയില്ല. കാരണം പക്ഷേ തിയേറ്ററിൽ ഒരാൾ വെച്ച് നോക്കുമ്പം അത്ര ഒരു എന്താണ് പ്രതീക്ഷ ഓഡിയൻസിന് അത്ര ഒന്നുമില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ പേഴ്സണലി ടെക്നിക്കലി നല്ല സൗണ്ടുള്ള പടമാണ്. അതെ നല്ല സിനിമയാണ്.